അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ദൈവശാസ്ത്രപരവും രാഷ്ട്രീയവും അതുപോലെ തന്നെ ആ യുദ്ധത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ജനതയോടുള്ള ഐക്യദാർഢ്യവും എന്നൊക്കെ നിലക്കാണ് ഈ പഠന സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ സംസാരിച്ച സംസാരങ്ങളിൽ അതിൻ്റെ പല അടരുകളും വന്നിട്ടുണ്ടാവും. ഈ ഇറാനിലെ മേലെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം വളരെ അബ്നോർമൽ എന്ന് പറയാവുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇറാനിൽ മാത്രമല്ല, ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ടൈം ലൈന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ യുദ്ധം നടക്കുമ്പോഴും ഒരുപക്ഷെ ഇറാൻ ജനതയുടെ പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു നിഷേധാഢ്യത്തിൻ്റെ ചിഹ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനിൽ മാത്രമല്ല, നമ്മൾ ഗസയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 13 ഖുദ്സ് ഡേയുടെ ദിവസം ടെഹ്റാനിൽ നടന്നിട്ടുള്ള വൻ റാലി, അലി ജർജാനി നേതൃത്വം നൽകിയ റാലി, അതിനുശേഷം ഇറാനിലെ പാലങ്ങളും ഇതും തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇറാൻ ജനത പാലങ്ങളിൽ വെച്ച് നടത്തിയിട്ടുള്ള റാലി കഴിഞ്ഞ ഒരു 1970 മുതൽ ഇറാനിനെതിരെ നടക്കുന്ന ഉപരോധങ്ങളുടെയും പലതരത്തിലുള്ള അക്രമങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ, അതിനപ്പുറം ഒരു ജനത എന്ന നിലയിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധത്തിൻ്റെ വലിയ അടയാളങ്ങൾ ഇത് ലോകത്ത് പലപ്പോഴും ഈ ഖുദ്സ് ഡേൻ്റെ റാലിക്ക് ശേഷം ന്യൂസ് റൂമുകളിൽ നിന്നും പലരും പറഞ്ഞു, ഇത് എന്തൊരു അത്ഭുതമാണ്, എന്ത് വിസ്മയമാണ്, എങ്ങനെയാണ് ഈ ജനത പ്രതിരോധിക്കുന്നത്, എങ്ങനെയാണ് ഇത്ര ധൈര്യത്തോടു കൂടി നിൽക്കാൻ പറ്റുന്നത്, ഒരു അത്ര വലിയ ആയുധശേഷിയൊന്നും ഇല്ലാത്തൊരു രാജ്യത്തിന് നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഈ പ്രതിരോധം തുടരുന്നത്. ഇതിന് വേറൊരു കോണ്ടെക്സ്റ്റ് കൂടിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെനിസ്വേലയിലെ പ്രസിഡന്റിനെ ഒരു ദിവസം രാത്രി അമേരിക്കൻ സൈന്യം വന്ന് തൂക്കിക്കൊണ്ടുപോയി. ലോകത്ത് ഇന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഈ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. അല്ലാതെ വെനിസ്വേലയിലെ വെനിസ്വേലയ്ക്ക് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ്. ഒരു സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പാരമ്പര്യമുള്ളതാണ്. ഷാവേസ് ഒരു കാലത്ത് ഒരു പക്ഷേ ലോകത്തെല്ലാ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളെയും ആവേശം കൊള്ളിച്ചിട്ടുള്ള കഥാപാത്രമാണ്. പക്ഷേ അവിടെ ഒരു പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടതിന് ശേഷം അവിടുത്തെ ജനത ഇളകുന്നുണ്ടോ? ലോകമെമ്പാടും, എന്തിന് കേരളത്തിലെങ്കിലും അതിനെക്കുറിച്ച് വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ക്യൂബയിൽ ഇതുപോലെ അട്ടിമറിക്കുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? എന്തുകൊണ്ട് ഈ പ്രതിരോധം ഒരുപക്ഷെ നിങ്ങൾ ഗസയിലും ഇറാനിലും കണ്ടുകൊണ്ടിരിക്കുന്നു? ഇത് നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡിഫറൻസുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇതെന്തുകൊണ്ട് ഗസയിൽ എന്തുകൊണ്ട് പ്രതിരോധം, അതല്ലെങ്കിൽ ഇറാനിൽ എന്തുകൊണ്ട് പ്രതിരോധം, ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു വിസ്മയം. ഇപ്പോൾ ന്യൂസ് റൂമുകളിലോ ആളുകളൊക്കെ പറഞ്ഞ ഈ വിസ്മയം, ഇത് ഇതേമാതിരി പ്രകടിപ്പിച്ചൊരു സന്ദർഭം 1979 ഇറാൻ 78 ഇറാനിൽ സന്ദർശിച്ചിട്ടുള്ള ലോകത്ത് ഒരു ആധുനികോത്തര ചിന്തയുടെ പ്രവാചകൻ എന്നൊക്കെ പറയാവുന്ന മിഷേൽ ഫൂക്കോ 1978 ഇറാൻ സന്ദർശിക്കുന്നുണ്ട്. ആ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇറാനിൽ വരികയും, നിങ്ങൾക്കറിയാം ഫൂക്കോ അതുവരെ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ, അയാൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഭരണകൂടം എന്ന് പറയുന്നത്
ഒരർത്ഥത്തിൽ മനുഷ്യനെ ഒരു നിഷ്ക്രിയനായ മനുഷ്യനാക്കി മാറ്റുന്നു. അപ്പോൾ വെസ്റ്റേൺ സിവിലൈസേഷൻ ആളുകളുടെ ഹ്യൂമൻ ഫ്ലറിഷിങ്ങിൻ്റെ, മനുഷ്യൻ്റെ ഒരു ഫ്ലറിഷിങ്ങിൻ്റെ സാധ്യതയെ മുഴുവനും ഇല്ലാതാക്കി. അതിൻ്റെ ഭരണകൂടത്തിൻ്റെ സ്വഭാവങ്ങൾ കാരണം, ഭരണകൂടത്തിൻ്റെ ഒരു എന്താ പറയുക അധികാര രൂപം ജനങ്ങൾ സ്വയം വർദ്ധിച്ചതോടുകൂടി ആളുകളൊരു ഡൊസൈൽ ബോഡിയായി മാറി എന്ന് ഫൂക്കോ പറയുന്നത്. അപ്പം വെസ്റ്റിൻ്റെ മൂപ്പരൊരു അനുഭവം അതാണ്. അവിടെ ആളുകൾക്ക് എന്തില്ല, ഒരു തരത്തിൽ ഒരു ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫ്, അതിനുവേണ്ടി ഞാൻ ഏത് തരത്തിലുള്ള ഏതിനോട് വിധേയപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ശരീരങ്ങളായിട്ട് മനുഷ്യൻ മാറിയതും ഹ്യൂമൻ നറിഷ്മെൻറ്റ് എന്നുള്ളത് പോസിബിൾ ആവാത്ത, അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ഒരു സോളിൻ്റെ സ്പിരിറ്റിൻ്റെ ഒരു നറിഷ്മെൻറ്റ് സാധ്യമാകാത്തതുമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പുള്ളി ഒരുപാട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആധുനിക ഭരണകൂടം, വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഈ പറഞ്ഞ ഘടകങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതിൽ രാഷ്ട്രം, നിയമനിർമ്മാണം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി ആലോചിച്ചതിന് ശേഷമാണ് പുള്ളി ഇറാനിൽ ചെല്ലുന്നത്. അപ്പോൾ ഇറാനിലും പുള്ളി ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇറാനിലും മുമ്പിൽ ചെന്നു, ഒരു ഫ്രഞ്ച് പത്രത്തിൻ്റെ ലേഖകനായിട്ടാണ് ചെല്ലുന്നത്. ഇറാനിൽ ചെന്നപ്പോൾ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പിന്നെ കുറിപ്പുകളായി എഴുതിയിട്ടുണ്ട്. ആളുകൾ കയ്യിൽ ഒരു ആയുധവുമില്ലാതെ ടാങ്കറുകൾക്ക് മുമ്പിൽ നിൽക്കുന്ന കാഴ്ച, ബയർ നൈക്ഡ് ഹാൻഡ്സുമായി മുകളിലേക്ക് കൈ ഉയർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കുന്ന കാഴ്ച. അദ്ദേഹം പറഞ്ഞു, ഇതാണ് പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി. അദ്ദേഹം മാർക്സിനൊരു തിരുത്ത് ആ കുറിപ്പുകളിൽ കൊടുക്കുന്നുണ്ട്. മാർക്സ് പറഞ്ഞു, മതം എന്ന് പറയുന്നത് ഓപ്പിയം ഓഫ് ദ മാസസ്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം ഈസ് നോട്ട് ദ ഓപ്പിയം ഓഫ് ദ മാസസ്, ഇസ്ലാം ഈസ് ദ സ്പിരിറ്റ് ഓഫ് സ്പിരിറ്റ്ലെസ് വേൾഡ് എന്ന് ഫൂക്കോ ആ കുറിപ്പുകൾ എഴുതുന്നുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ്. അത് ജനതയെ പ്രചോദിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ആത്മീയതയാണ്. ഇത് ഇറാനിൽ നിന്ന് നേരത്തെ പറഞ്ഞ ന്യൂസ് റൂമുകളിൽ ഇന്ന് നമ്മൾ കണ്ട വിസ്മയം, മിഷേൽ ഫൂക്കോ എന്ന് പറയുന്ന ചിന്തകരെ അന്ന് ഇതേ ഒരു വിസ്മയം. അദ്ദേഹം പിന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ട് ഇത് ജനങ്ങളുടെ വില്ലാണ്. ഒരുപക്ഷെ ഈ ഇപ്പോൾ ഇസ്ലാമിക ഗവൺമെൻറ്റിനെ കുറിച്ച് പുള്ളി അതിൽ പറയുന്നുണ്ട്. ഇസ്ലാമിക ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു അധികാരത്തിൻ്റെ വില്ലല്ല, ഇവിടെ ജനങ്ങളുടെ വില്ലാണ് പ്രവർത്തിക്കുക. കാരണം ജനങ്ങളുടെ വില്ല് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇസ്ലാമിക് ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എഴുതിയിട്ടുണ്ട്. അത് പിൽക്കാലത്ത് വലിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയമായെങ്കിലും പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. കാരണം ഫ്രഞ്ച് ഇൻ്റലക്ച്വൽ സർക്കിളിൽ പൂർണ്ണമായിട്ടും പുള്ളിക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെ വന്നു. അദ്ദേഹം സൈലൻ്റായി. പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആത്മീയത. പുള്ളി പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ദ സ്പിരിറ്റ്ലെസ് വേൾഡ്. എങ്ങനെയാണ് സ്പിരിറ്റ് ഓഫ് ദ സ്പിരിറ്റ്ലെസ് വേൾഡായിട്ട് ഇസ്ലാം മാറുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒരു വിശ്വാസം മാറുന്നത്. പുള്ളി അതിൻ്റെ പല ഘടകങ്ങളും പറയുന്നുണ്ട്. മരണത്തെ അഭിമുഖീകരിക്കാനുള്ള അവരുടെ ഒരു ഇച്ഛാശക്തി. പുള്ളി വെസ്റ്റേൺ രാജ്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫാണ് ആളുകൾ നോക്കുന്നത്. ഇവിടെ സ്വയം മാറാനും ഒരു മാറ്റത്തിന് വേണ്ടി നിൽക്കാനുമുള്ള സന്നദ്ധത ഈ ജനതക്കുണ്ട്. അതായത് അവരുടെ സെൽഫ് ഓട്ടോണമസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണത്തെക്കുറിച്ച് അദ്ദേഹം ചെറിയ കുറിപ്പുകളിലായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത് വന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകത്തിൽ അദ്ദേഹം ഒരർത്ഥത്തിൽ ഇറാനിൽ നിന്ന് ഈ പുതിയ ഇസ്ലാമിക റവല്യൂഷൻ വന്നതിന് ശേഷം പുറത്താക്കപ്പെട്ട ഒരു സ്കോളർ കൂടിയാണ്. തബ്രീസി എന്ന് പറയുന്ന ഒരു സ്കോളർ, അമേരിക്കയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ പുള്ളിനെ ഈ പറഞ്ഞ ഇസ്ലാമിക വിപ്ലവം വന്നതിന് ശേഷം ജയിലിലടച്ച് അവിടുന്ന് പുറത്താക്കിയതാണ്. പക്ഷെ പുള്ളി ആണ് ഈ ഫൂക്കോൻ്റെ ഈ എഴുത്തുകളെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഫൂക്കോ ഇൻ ഇറാൻ, റവല്യൂഷൻ ആഫ്റ്റർ എൻലൈറ്റ്മെൻറ്റ്. ഫൂക്കോ ഇൻ ഇറാൻ, റവല്യൂഷൻ ആഫ്റ്റർ എൻലൈറ്റ്മെൻറ്റ്. ഉപരി പറഞ്ഞത് എൻലൈറ്റ്മെൻറ്റിന് ശേഷം നടന്നിട്ടുള്ള ഒരു വിപ്ലവമാണ്. എൻലൈറ്റ്മെൻറ്റിന് ശേഷം പിന്നെ വിപ്ലവം സാധ്യമല്ല എന്നുള്ളതാണ്, പ്രതിരോധം സാധ്യമല്ല. കാരണം എന്താണ്, നമ്മൾ പറയുമ്പോൾ ഒരു ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ അന്ത്യമാണ്. ഇനി ഇതിനപ്പുറം ലോകത്ത് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു ടിലോളജിക്കലായിട്ടുള്ള ഒരു 1 പോയിന്റ് ടു അനദർ പോയിന്റ് ചരിത്രം എത്തിക്കഴിഞ്ഞു. ചരിത്രത്തിൻ്റെ ഈ ഒരു ദിശയിൽ നിന്ന് വേറൊരു ദിശയിലേക്ക് ചരിത്രത്തിന് ഇനി മുന്നോട്ട് പോകാനില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻലൈറ്റ്മെൻറ്റ് ട്രഡീഷൻ മനുഷ്യന് നമ്മളെപ്പോഴും പറയില്ലേ, എത്താവുന്നതിൽ വെച്ച്, നാഗരികതയ്ക്ക് എത്താവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തുംഗതമായിട്ടുള്ള ഒരു ശ്രേണി. അപ്പോൾ ഫൂക്കോ ശരിക്കും ആ ചരിത്ര സങ്കല്പത്തിന് എതിരായിരുന്നു. മൂപ്പര് ഈ ടിലോളജിക്കൽ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് എതിരായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ഇതൊരു എന്താ പറയുക സ്പിരിറ്റ് ഓഫ് ദി സ്പിരിറ്റ്ലെസ് വേൾഡ് എന്ന് പറയാൻ കാരണം. പുള്ളി പറഞ്ഞത് ഈ നാഗരികതയെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ തന്നെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ മറ്റുള്ളവരെ അടിമകളാക്കാനോ ബാർബറിയൻസ് എന്ന് വിളിക്കാനോ ഉള്ള വ്യാവഹാരികമായിട്ടുള്ള അധികാരം മാത്രമാണ്.
ഇപ്പോൾ ഇറാനെതിരെ അത് അവർ നാഗരികതയല്ല, അല്ലെങ്കിൽ ഫലസ്തീനിലെ ഹമാസിനെതിരെ അവർ ബാർബേറിയൻസ് ആണ് എന്ന് അവർ പറയുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇൻ ജനറൽ ബാർബേറിയൻസ് ആണ് എന്ന് പറയുന്നത്, ഇത് നാഗരികത എന്ന് പറയുന്നത് ഒരർത്ഥത്തിലൊരു വ്യാവഹാരികമായിട്ടുള്ളൊരു അധികാരത്തിൻ്റെ ചിഹ്നമാണ്. അവിടെ മനുഷ്യൻ്റെ ഫ്ലറിഷിങ്ങിനുള്ള, സോളിൻ്റെ ഫ്ലറിഷിങ്ങിനുള്ള ഒന്നുമില്ല എന്നും ഈ അധികാരത്തിനോടുള്ള വിധേയത്വമാണ് ഈ ആധുനികമായിട്ടുള്ള രാഷ്ട്ര സങ്കല്പങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതെന്നും പറയുകയും ആ ഒരു ആംഗിളിലാണ് പുള്ളി കാണുന്നത്. ഒരു ഭയവുമില്ലാതെ ആളുകൾ ടാങ്കറുകൾക്ക് മുമ്പിൽ നിൽക്കുന്നത്, ഒരു ഭയവുമില്ലാതെ ജനങ്ങൾ, പുള്ളിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നെക്ഡ് ഹാൻഡ്സ്, കൈ നമ്മൾ പറഞ്ഞില്ല തുറന്നു പിടിച്ച് ആയുധങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് കാണുന്നൊരു കാഴ്ച കാണുന്നു. അപ്പം ഇതാണ് പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി, രാഷ്ട്രീയ ആത്മീയത എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് എന്തുകൊണ്ട് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം, കഴിഞ്ഞൊരു 500 വർഷത്തെ ഒരു ചരിത്രത്തിൻ്റെ പിറകിലേക്ക് നമ്മൾ പോകണം. എന്തുകൊണ്ടാണ് ഇന്ന് വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ചരിത്രത്തിൻ്റെ വേറൊരു ഡയറക്ഷനാണ്. ഒരുപക്ഷെ ആ ഡയറക്ഷനെ മനസ്സിലാക്കണമെങ്കിൽ ഏകദേശം നമ്മളൊരു 1492 മുതൽ ആരംഭിക്കുന്ന ഒരു ചരിത്രം, നമ്മളൊരു ഫാൾ ഓഫ് ഗ്രാനഡ എന്ന് പറയുന്ന, സ്പെയിനിൻ്റെ തകർച്ച എന്ന് നമ്മൾ പറയുന്ന, അതല്ലെങ്കിൽ ഒരു മുസ്ലിം ലോകത്തിൻ്റെ പതനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു സന്ദർഭം മുതൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ലോകത്തുള്ള പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ആളുകൾ ചിന്തിക്കുന്ന രീതിശാസ്ത്രങ്ങൾ, ആളുകൾ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചുമൊക്കെ ആലോചിക്കുന്ന രീതികൾ, അതുപോലെ തന്നെ ആളുകൾ ഒരർത്ഥത്തിൽ ശേഷം ഉണ്ടായിട്ടുള്ള ലോക രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലേ. 1700കളിൽ ഒരു സ്പാനിഷ് എംപയർ 1800-800 തകരുന്നു. ഒരു അമേരിക്കൻ എംപയർ എന്ന് പറയുന്ന ഇന്നത്തെ അമേരിക്കൻ എംപയർ അത് പതുക്കെ ഈ സ്പാനിഷ് കോളനികളെ മുഴുവനും കീഴ്പ്പെടുത്തി, ലാറ്റിൻ അമേരിക്കൻ കോളനികളെ കീഴ്പ്പെടുത്തുന്നു. റെഡ് ഇന്ത്യൻസിനെ പൂർണ്ണമായിട്ടും നിഷ്കാഷനം ചെയ്യുന്നു. നമ്മൾ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറയുന്നതിൽ ശരിക്കും കൊളംബസ് കിൽഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻ അമേരിക്ക എന്ന് പറയും. അപ്പം ഈ അധിനിവേശത്തിൻ്റെ രക്തത്തിൻ്റെ ചരിത്രം ഇന്ന് നമ്മളിപ്പോൾ ഈ പലരും പറയുന്ന പോലെ ഈ യുദ്ധം ഒരു എപ്സ്റ്റീൻ ക്ലാസ് വാറാണ്, അല്ലെങ്കിൽ ഈ എപ്സ്റ്റീൻ ക്ലാസ്സിന് വേണ്ടിയുള്ള വാറാണ്. എപ്സ്റ്റീൻ ഐലൻഡ് എന്നുള്ളത് അതിൻ്റെ എന്താ പറയുക, നമുക്കെല്ലാവർക്കും കാണാവുന്ന ഏറ്റവും മൂർത്തമായ രൂപമാണ്. ഇതിൻ്റെ ഒരു തുടക്കത്തിലുള്ള മുതലുള്ള ചരിത്രം ഞങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ നാഗരികതയുടെ സിവിലൈസേഷൻ്റെ അടയാളമായി കൊലപാതകങ്ങളും അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും അവർക്ക് നേരെയുള്ള അക്രമങ്ങളും ഒരു നാഗരികതയെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നതും മറ്റുള്ള നാഗരികതകൾക്ക് മേൽ തങ്ങളുടെ എന്താ പറയുക തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുന്നതും. ഇപ്പം നമ്മൾ ട്രംപിനെ ഒരു ഭ്രാന്തൻ എന്ന് പറയും, പക്ഷെ ട്രംപ് കുറച്ചുകൂടി വേറത്തത്തിൽ തുറന്നു പറയുന്ന ഭ്രാന്തനാണെന്ന് പറയും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഒരു ഫിലോസഫർ ഇല്ലാത്ത ഒരു പഴയ രീതിയിലുള്ള ഒരു ബുള്ളി ബോയ് മാതിരിയുള്ള ഒരു അധിനിവേശക്കാരനാണ്. പക്ഷേ ഫിലോസഫിയോടുകൂടി ഭയങ്കര ന്യായവാദങ്ങളോടുകൂടി അധിനിവേശം നടത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ജോൺ ലോക്ക് എന്ന് പറയുന്ന, ഇന്നിപ്പോൾ നമ്മൾ ആധുനിക രാഷ്ട്രതന്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിട്ട്, ആധുനിക നിയമത്തിൻ്റെ അടിസ്ഥാനമിട്ട ജോൺ ലോക്ക്, പുള്ളിയാണ് നിയമത്തിൻ്റെ അടിസ്ഥാനം ഈ മോഡേൺ വെസ്റ്റേൺ ഇതിനകത്ത്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം പുള്ളിയാണ്. നമ്മളിപ്പോൾ ലോക്ക് പഠിക്കുമ്പോൾ ലോക്കിൻ്റെ സിദ്ധാന്തങ്ങളാണ്, ലോക്കാണ് ടോളറൻസിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ ലോക്കിൻ്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ മഹനീയമാണ്. മൂപ്പര് പ്രോപ്പർട്ടി റൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആളുകൾ തമ്മിലുള്ള എന്താ പറയുക ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ടോളറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൂപ്പര ടോളറൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മൂപ്പര ടോളറൻസിൻ്റെ സിദ്ധാന്തത്തിൽ, കാരണം അന്ന് മൂപ്പര് സിദ്ധാന്തം രൂപീകരിക്കുന്നതിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ പ്രൊട്ടസ്റ്റൻ്റ് കത്തോലിക്കരും തമ്മിലുള്ള സംവാദങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്. അതുപോലെ അപ്പുറത്ത് ഒട്ടോമൻ എംപയറിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട് ഒട്ടോമൻ എംപയറിനും കത്തോലിക്കർക്കും ടോളറൻസ് ഇല്ല. അതുപോലെ തന്നെ മൂപ്പര് റെഡ് ഇന്ത്യൻസിൻ്റെ ഭൂമി തട്ടിയെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് അവരുടെ ഭൂമി എടുക്കാം, അതിന് കാരണം എന്താണ്, ആ ഭൂമി പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊഡക്റ്റീവ് യൂസ് എന്ന് പറഞ്ഞാൽ പുള്ളി പറയണത് എന്താ വെച്ചാൽ, കണ്ടില്ല അവർ ആപ്പിളുകൾ അവരുടെ തൊടുവിലും മുറ്റത്തൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പുള്ളി ഒരു ഈസ്റ്റ് ഇന്ത്യ അന്ന് വെസ്റ്റിലുണ്ടായിരുന്നൊരു കമ്പനിക്ക് വേണ്ടി എഴുതി കൊടുത്തു, അതൊക്കെ എടുക്കാം. ഈ അധിനിവേശത്തിൻ്റെ ഭയങ്കര ഫിലോസഫിക്കൽ യുക്തി പറഞ്ഞ ആളാണ്. ആ യുക്തി തന്നെയാണല്ലോ ഇപ്പോൾ ഗസ കണ്ടിട്ട് പുള്ളി പറയുന്നുണ്ട്, ഓ എന്ത് നല്ല സ്ഥലം, ഇവിടെ നിങ്ങൾക്കൊരു റിവേറി ഉണ്ടാക്കിക്കൂടെ, പാർക്ക് ഉണ്ടാക്കിക്കൂടെ,
ഇത് പ്രൊഡക്റ്റീവായിട്ടുള്ള ലാൻഡല്ല. സിയോണിസത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായൊരു സങ്കല്പം തന്നെ എന്താണ്? അവരുടെ മുദ്രാവാക്യം തന്നെ എന്താണ്? വി ആർ പീപ്പിൾ വിത്തൗട്ട് ലാൻഡ് കമ്മിങ് ടു ദി ലാൻഡ് വിത്തൗട്ട് പീപ്പിൾ എന്നാണ്. അപ്പോൾ ജനതയില്ലാത്ത ഒരു ഭൂമിയില്ലാത്ത ജനത വരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ആരും കാണുന്നില്ലല്ലോ, അവരാരും കാണുന്നത്. ഇത് സിയോണിസത്തിൻ്റെയും വെസ്റ്റേൺ കൊളോണിയലിസത്തിൻ്റെയും ഒരു അടിസ്ഥാനപരമായ സംഭവം അവർ അവിടെ മുമ്പിൽ ആരും കാണുന്നില്ല. അതുകൊണ്ടാണ് ഒരു പ്രതിരോധത്തിനെയോ അല്ലെങ്കിൽ ആ റെസിസ്റ്റ് ചെയ്യുന്നൊരു ചെറിയ കുട്ടിയെയോ അവർക്കൊരു വസ്തുവായിട്ടോ അല്ലെങ്കിൽ എലിയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ നാഗരികതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഭാവം. അപ്പോൾ അതിൻ്റെ ഒരു 500 വർഷത്തെ ഒരു ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടുന്ന് തുടങ്ങി 800-കൾ തുടങ്ങി അമേരിക്ക എന്ന് പറയുന്നൊരു നെക്സസ് അതിൽ പ്രധാനമായി വരുന്നു. പിന്നീട് നമ്മുടെ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ കൊളോണിയലിസം, ബ്രിട്ടീഷ് കൊളോണിയലിസവും അതുപോലെ തന്നെ ഈ കൊളോണിയൽ ശക്തികളെല്ലാവരും വെസ്റ്റേൺ ഹെമിസ്ഫിയർ വലിയൊരു ശക്തിയായിട്ട് വരികയും അവരുടെ സിദ്ധാന്തങ്ങളും ആലോചനകളും കാറ്റഗറികളും ലോകത്തിൻ്റെ മുഴുവനും ഒരു കാറ്റഗറികളും ചിന്താ പദ്ധതികളും ആയിട്ട് വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അത് സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നു. നമ്മളുടെ ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അതിനെ ഫോളോ ചെയ്യുക, ആ ചരിത്രഗതിയെ ഫോളോ ചെയ്യുക, അതിനെ ഫോളോ ചെയ്യുക, ആ അതോറിറ്റി അംഗീകരിക്കുക എന്നുള്ളത് മാത്രമായി മാറുന്നു. അതാണ് ചരിത്രത്തിൻ്റെ അന്ത്യം, അല്ലെങ്കിൽ ഒരു ഭാവനയുടെ അന്ത്യം. ലോകത്ത് വേറൊരു ഭാവനക്ക് സാധ്യമല്ലാത്ത വിധത്തിലുള്ള, അപ്പോൾ അതിന് അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്കൽ എക്കോണമി, ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ചും അത് നേരത്തെ പറഞ്ഞു കോൾഡ് വാറിൻ്റെ സന്ദർഭം വരെ ഉണ്ടായിരുന്ന USSR, ഇത് രണ്ടാണെങ്കിലും ഈ ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫ് എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ ഈ ജീവിതത്തിനെ, രാഷ്ട്രീയത്തിനെയും നാഗരികതയെയും ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് പിന്നീട് നമുക്കറിയാവുന്നതാണ് ഈ അമേരിക്കയുടെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലുള്ള ഭരണകൂടം വരുന്നതും പെട്രോ ഡോളറിൻ്റെ കണ്ടുപിടുത്തവും ഈ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയും പ്രതിരോധം എന്നുള്ളത് ഒരിക്കലും ലോകത്ത് സംഭവിക്കില്ല എന്ന് അടിയുറച്ച് ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് ഒരുപക്ഷെ ഒരു ഒക്ടോബർ 7 സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ ഇറാനിൽ ജനത എന്ന് പറയുക, ഇറാൻ ജനത എന്ന് പറയുന്നത് ഭരണകൂടത്തിനെതിരുള്ളവരാണ്. ഫൂക്കോ അന്ന് തന്നെ പറയുന്നുണ്ട്, ഈ ജനതയുടെ പൊളിറ്റിക്കൽ വില്ലാണ് ഇവിടെ എക്സ്പ്രസ്ഡ് ആവുന്നത്. ഇസ്ലാമിക് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഈ ജനതയുടെ പൊളിറ്റിക്കൽ വില്ലിൻ്റെ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ജനതക്ക് അവരെയും തിരിച്ചിടാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പൊളിറ്റിക്കൽ വില്ല് വരുന്നതിൻ്റെത് ഫൂക്കോ പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് വിളിച്ച ആ ഒരു ഘടകമുണ്ടല്ലോ, ഫ്ലറിഷ്മെന്റ് ഓഫ് സോൾ എന്ന് പറയുന്ന ഒരു ഘടകം. പുള്ളി അതിൽ പറയുന്നുണ്ട്, അവർ സ്വയം മാറുകയും മാറ്റത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യാണ്. ഡിഗ്നിറ്റി, ജസ്റ്റിസ് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകം. ഡിഗ്നിറ്റി, ജസ്റ്റിസ് എന്നുള്ളതാണ് നമ്മൾ ഇസ്സത്തും അതുപോലെ തന്നെ ഈ എന്താ പറയുക അതിലും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. ബെറ്റർമെന്റ് ഓഫ് ലൈഫാണ് ആധുനിക നാഗരികത. എന്തിനാണ് ഇപ്പോൾ വെനിസ്വലയിൽ ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ശരി തന്നെയാണ്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യരുന്ന് ആലോചിക്കുക, എന്തിനാണ് വെറുതെ പറഞ്ഞ കറണ്ട് ഇല്ലാതെ വെളിച്ചില്ലാതെ ഇവിടെ ഇങ്ങനെ ഇയാളെ കീഴിൽ ജീവിക്കണത്? ഈ പെട്രോൾ ട്രംപിൻ്റെ കമ്പനി വന്നാൽ നമുക്കെല്ലാവർക്കും പെട്രോൾ പമ്പ് കിട്ടിയാൽ നല്ല പൈസക്ക് പെട്രോൾ അടിച്ച് പോയിക്കൂടെ? ജീവിതം മെച്ചപ്പെടൂലേ? മിയാമിയിലേക്ക് ഒരു ബോട്ടിൽ അങ്ങോട്ട് പോയാൽ മിയാമിയിലെത്തും. മിയാമിയിലെത്തിയ ഒരു ബെറ്റർമെന്റ് ഓഫ് ലൈഫ് ഉണ്ടാവും. ബട്ട് യു ഹാവ് ടു ആക്സെപ്റ്റ് ദിസ് ടിലോളജി ഓഫ് ഹിസ്റ്ററി, ടിലോളജി ഓഫ് സിവിലൈസേഷൻ, ടിലോളജി ഓഫ് പ്രോഗ്രസ്. നിങ്ങളുടെ ഈ എന്താ പറയുന്നത് ഒരു ഡൊസൈൽ ബോഡി ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കണം. അവരത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം ഈ ഒരു ടെക്നോളജി ഓഫ് സെൽഫ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഇസ്സത്തിൻ്റെയും അതിലിൻ്റെയും ഒരു ടെക്നോളജി ഓഫ് സെൽഫ്, ബെറ്റർമെന്റ് ഓഫ് ലൈഫ് എന്നതിനപ്പുറം പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അവർ കുറേയൊക്കെ പ്രതിരോധിച്ച് നോക്കിയ ഫിസിക്കൽ പ്രതിരോധം സാധ്യമല്ല എന്ന് പറയുമ്പോഴും ഒരു പ്രതിരോധത്തിൻ്റെ സാധ്യത നമുക്കവിടെ ദുർബലമായി കാണുന്നത്. മറിച്ച് അല്ലെങ്കിൽ ഈ യുക്തിയിൽ ആലോചിച്ചാൽ അത് യുക്തിയല്ല. വെനിസ്വലയിലെ ഒരു ജനത ആലോചിക്കുന്നത് ബെറ്റർമെന്റ് ഓഫ് ലൈഫ് എന്നുള്ള അർത്ഥത്തിൽ, ദാറ്റ് ഈസ് അല്ലേ, ആ ലോജിക്കിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ ഇവിടെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏതെങ്കിലും ഒരു ലോയൽറ്റി നിങ്ങൾ ഗോഡിന്, അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം മാത്രമേ നിങ്ങൾക്ക് ആത്മാഭിമാനവും അന്തസ്സും നിങ്ങളുടെ ജീവൻ, അവർ ഫൂക്കോ എന്ന് പറയുന്ന പോലെ ജീവൻ കൊടുക്കാനുള്ള സന്നദ്ധതയും. അപ്പോൾ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എൻലൈറ്റ്മെൻറ്റിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് വേറെ ആൾ പറഞ്ഞിട്ടുള്ളത്, എൻലൈറ്റ്മെൻറ്റിന് ശേഷം പിന്നീട് ട്രാജഡി സാധ്യമല്ല എന്ന് പറയുന്നത്. ഫിക്ഷനിൽ തന്നെ ട്രാജഡി സാധ്യമല്ല. കാരണം ട്രാജഡി എപ്പോഴാണ് സംഭവിക്കുക? നമ്മൾ യുക്തിഭദ്രമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നോക്കിപ്പോയാൽ ട്രാജഡി
എഴുതാൻ പറ്റില്ല. നിങ്ങളൊരു കഥാപാത്രത്തെ എഴുതുമ്പോൾ ട്രാജഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിക്ഷൻ തന്നെ സാധ്യമാവുന്നത് ആ ഒരു തിയോളജിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അതുപോലെയാണ് ഈ പറഞ്ഞ കാര്യവും. ഒരു റെസിസ്റ്റൻസ് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തിയോളജിനെ ഈ ഒരു സമീപനത്തിന് മറികടക്കണം. അപ്പോൾ അത് ആണ് ഇറാൻ റെസിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഗസയിലെ റെസിസ്റ്റൻസിൻ്റെ പൊതുവെ മുസ്ലിം ലോകത്തുള്ള റെസിസ്റ്റൻസുകളുടെ ഒരു പ്രത്യേകത. ആ ഒരു പ്രത്യേകത നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും അതിനെ ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ പ്രമേയം നിലക്ക് കൊണ്ടുവരികയും ഒരു രാഷ്ട്രീയ എന്താ പറയുക ഒരു പ്രഖ്യാപനം നിലക്ക് നടത്തുകയും ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. കാരണം ഈ ലോകക്രമം എന്ന് പറയുന്നത് ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ഫാൾ ഓഫ് ഗ്രാനഡ ലോകത്തിൻ്റെ തന്നെ നഷ്ടമായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ഇതാണ് എന്ന് പ്രതിരോധത്തിൻ്റെ ഒരു ഭാഷ. പലരും പറയും പ്രതിരോധം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആയുധങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാവുന്ന ഒന്നല്ല. റഷ്യ ആയുധം തരും, ചൈന ആയുധം തരും, പക്ഷെ അവിടെ പോയി നിൽക്കാൻ ഒരാൾ വേണ്ടേ? ആ പോയി നിൽക്കാനുള്ള ഒരാൾ എന്ന് പറയുന്നത് ഈ ആത്മധൈര്യം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഈ പറഞ്ഞ അവരുടെ കളക്റ്റീവായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും മെമ്മറികൾ ഓർമ്മകളുടെയും നേരത്തെ പറഞ്ഞ ആ ഒരു ടിലോളജിയെ മറികടക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെയും പ്രഖ്യാപനമാണ്. ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇറാനിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ഗസയിൽ നടക്കുന്നതോ ആയിട്ടുള്ള ഈ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് പ്രതിരോധത്തിൻ്റെയും പുതിയൊരു ലോകത്തിൻ്റെയും പുതിയൊരു നാഗരികതയുടെയും, നാഗരികത എന്ന് പറയുന്നത് ഒരു അധികാര രൂപം എന്നതിനപ്പുറം നാഗരികത എന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാവർക്കും ആത്മാഭിമാനത്തോടു കൂടിയും അതുപോലെ തന്നെ നീതിയോടുകൂടിയും ഇസ്സത്തോടു കൂടിയും അതിനോടുകൂടിയും ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ് ഒരു നാഗരികതയുടെ അടയാളമെങ്കിൽ. മറ്റിടത്തുള്ള അടയാളം എന്താണ്? എപ്സ്റ്റീൻ ഫയലാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫ്, ജോയ് ഓഫ് ലൈഫ് എന്നുള്ളതിൻ്റെ പരമമായിട്ടുള്ള അടയാളം എന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ ഐലൻഡാണ്. അവിടെ നിങ്ങൾ എത്തേണ്ടത്, അവിടേക്കാണോ നിങ്ങൾക്ക് എത്തേണ്ടത്? നേരത്തെ പറഞ്ഞ ഈ സാക്രിഫൈസിലൂടെ സാധ്യമാകുന്ന പുതിയൊരു ലോകത്തേക്കാണോ നിങ്ങൾക്ക് എത്തേണ്ടത്? അപ്പോൾ ഇറാൻ ഇത് സാധ്യമാക്കുന്നത് തീർച്ചയായിട്ടും അതിന് പല ഘടകങ്ങളുണ്ട്. നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൻ്റെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻസിലൂടെയാണ് അത് സാധ്യമാവുന്നത്. അത് തീർച്ചയായിട്ടും ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ അടിയുറച്ച് പറയുന്ന ആളുകളാണ് ഇസ്ലാമിക് മൂവ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്നത് നാഗരികതയുടെ ഒരു പുനഃസംവിധാനത്തിന്, നാഗരികതയുടെ ഒരു മാറ്റിമറിക്കലിന്, ലോകത്തിന് പുതിയൊരു വേൾഡ് മേക്കിങ്ങിൻ്റെ ഒരു ലാംഗ്വേജ് പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഇസ്ലാം. അവിടെ ഈ ഒരു സുന്നി ഷിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക പലതരത്തിലുള്ള വ്യത്യാസങ്ങൾക്കപ്പുറം, ആ വ്യത്യാസങ്ങളെ നിഷേധിച്ചുകൊണ്ടല്ല, ആ അഭിപ്രായ വ്യത്യാസങ്ങളെ മുഴുവനും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിനപ്പുറം ഇസ്ലാമിന് ഈ നാഗരികതയെ പുനഃസംവദിക്കുക. അത് ഷിയ ഇസ്ലാമിനകത്തും സുന്നി ഇസ്ലാമിനകത്തും ഈ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ദ സ്പിരിറ്റ്ലെസ് വേൾഡ് എന്നുള്ള സ്പിരിറ്റ് ഉണ്ടെന്നും അതുകൊണ്ട് അതിനെ ഇപ്പോൾ നമുക്ക് ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക് മൂവ്മെൻറ്റുകൾ തന്നെയും ലാ സുന്നിയ വലാ ഷിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞതും, അല്ലെങ്കിൽ നേരത്തെ ഇദ്ദേഹം സംസാരിച്ചപ്പോൾ വിശദമായിട്ട് എങ്ങനെയാണ് ഇസ്ലാമിക് മൂവ്മെൻറ്റുകളും തമ്മിലുള്ളൊരു ഇൻ്റലക്ച്വൽ എൻഗേജ്മെൻറ്റ്, മൗദൂദി, കുത്തുബ് മുതലായ ആളുകൾ നടത്തിയിട്ടുള്ള ഇൻ്റലക്ച്വൽ എൻഗേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പം പലപ്പോഴും ആ ഒരു യാഥാർത്ഥ്യം ആളുകൾ മറന്നുപോയ സന്ദർഭത്തിലാണ്, മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അത് ചിലപ്പോൾ ഷിയാക്കളും മറക്കും, സുന്നികളും മറക്കും, അല്ലെങ്കിൽ ഇതിനുള്ള പല ആളുകളും മറക്കും. നോ, ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു പൊട്ടൻഷ്യൽ അത് സുന്നിക്ക് വേണ്ടിയല്ല, ഷിയാക്ക് വേണ്ടിയല്ല, ഒന്ന് പേഴ്സണലി നിങ്ങളുടെ നറിഷ്മെൻറ്റിന് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റുകൾക്കോ ഇസ്ലാമിനോ സാധിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ആണ് പലപ്പോഴും ഈ റെസിസ്റ്റൻസിൻ്റെ പലതരത്തിലുള്ള അടരുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പലപ്പോഴും ഈ ഒരു നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 19-ാം നൂറ്റാണ്ട് മുതൽ, നേരത്തെ അദ്ദേഹം അത് പറഞ്ഞു, ജമാലുദ്ദീൻ അഫ്ഗാനി മുതലുള്ള ലീഡേഴ്സ് എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസത്തിനെ കണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ ഇറാൻ്റെ ഇപ്പോഴത്തെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അഖാഷി, അദ്ദേഹത്തിൻ്റെ PhD തീസീസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അബ്ബാസിൻ്റെ PhD തീസീസ് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയെക്കുറിച്ചാണ്.
അതിൽ അദ്ദേഹം അടിവരയിട്ട് പറയുന്ന 2-3 പോയിന്റ് ഞാൻ ജസ്റ്റ് അത് ഒരു ചാപ്റ്റർ അതിൽ മൗലാന മൗദൂദിക്ക് വേണ്ടിയാണ്, ഒരൊറ്റ ചാപ്റ്റർ. പുള്ളി അതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു ചാപ്റ്റർ, ബാക്കി ഇപ്പോൾ സുന്നി പൊളിറ്റിക്കൽ തിയറി ആധുനികമായിട്ടുള്ള പൊളിറ്റിക്കൽ സിദ്ധാന്തങ്ങളാണ്, വളരെ ക്ലാസിക്കലായിട്ടുള്ളതല്ല. ഇവർ പറയുന്നുണ്ട് ഈ എന്താ പറയുക, ഈ സുന്നി ഇസ്ലാമിക രാഷ്ട്രീയത്തിനകത്ത് ആ വാക്കുകൾ, contemporary Islamic activism among Sunnis and in some extent Shias is particularly indebted to the ideology and organization examples of Ikhwan al-Muslimun and Jamaat Islami. Their founders and ideologues Hasan al-Banna, Sayyid Qutb, Abul Ala Maududi have left incalculable impact on the development of Islamic movement throughout the Muslim world. അപ്പോൾ ഷിയ ഇസ്ലാമിനെ പോലും സ്വാധീനിക്കുന്ന രീതിയിൽ ഈ ഒരു ഘടകം നേരത്തെ പറഞ്ഞ അതിന് ഒരു കാരണം മൂപ്പർ പറയുന്നുണ്ട്. മൗദൂദിക്ക് ഒരു ചാപ്റ്റർ അലോട്ട് ചെയ്തിട്ട് ചാപ്റ്റർ 7 കംപ്ലീറ്റ് മൗദൂദിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദിസ് ചാപ്റ്റർ ഈസ് allocated to an account of Maududi's political thought and activities. It will be rather to a long one since no other fundamental advocate of the Islamic system presents as lucid and blueprint of as it is Maududi. എന്നിട്ട് മൂപ്പർ പറയുന്നുണ്ട് എന്താണ് മൗദൂദിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ. The origin of all social and political problem of human being's life and the root cause of all devil and mischief is the world Maududi believes is the domination of man over man. ലോകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രശ്നം മനുഷ്യൻ വേറൊരു മനുഷ്യനെ ഡൊമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള മെസ്സേജിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ലോകത്ത് സുന്നി ഷിയ എന്നുള്ളത് മാത്രമല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധത്തിൻ്റെ ആശാ കേന്ദ്രമായിട്ട് അതിൻ്റെ ഒരു ഹൊറിസോണായിട്ട് ഇസ്ലാം എന്ന് പറയുന്നതിന് ഇസ്ലാം എന്നുള്ളത് വരുമെന്ന് ഇസ്ലാം എന്നതിന് ആ ഒരു പൊട്ടൻഷ്യലിനെ ഉയർത്തിപ്പിടിച്ചവരാണ് ഇസ്ലാമിക് മൂവ്മെൻറ്റുകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് ഇപ്പം നടക്കുന്ന വാറിന് ഈ വാർ ഓഫ് അഗ്രഷന് നമ്മൾ ഈ ഒരു നേരത്തെ പറ 500 വർഷത്തെ ചരിത്രത്തിൻ്റെ ഒരു കൾമിനേഷൻ ഫേസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കൾമിനേഷൻ ഫേസിൽ ആരാണ് ചരിത്രത്തിൻ്റെ ഈ മാറ്റത്തിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ദ സ്പിരിറ്റ്ലെസ് വേർഡായിട്ട് നിൽക്കാൻ ആർക്ക് സാധ്യമാവും എന്നുള്ളിടത്താണ് മുസ്ലിം ലോകത്ത് മുസ്ലിം മൂവ്മെൻറ്റുകൾ ഹമാസോ അല്ലെങ്കിൽ മറ്റുള്ള മൂവ്മെൻറ്റുകളോ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു നമുക്ക് പറയാം, ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നു വേൾഡ് ഓർഡർ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ള ഈ വേൾഡ് ഓർഡർ മാറുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ ക്രമം മാത്രമല്ല മാറുന്നത്, ഒരു സിവിലൈസേഷണൽ ഓർഡർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ നാഗരികതയുടെ അതിൻ്റെ പാരമ്പര്യത്തിൽ മുമ്പ് ഇബ്നു ഖൽദൂനൊക്കെ പ്രവചിച്ചു. അതിൻ്റെ പാരമ്പര്യത്തിൽ എന്താണോ ഒരു നാഗരികതയുടെ ഏറ്റവും മോശം ഫേസ്, നാഗരികത എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. മറ്റുള്ളവരെ ബാർബേറിയൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം എന്താണ് ആ നാഗരികതയുടെ അടയാളങ്ങൾ എന്നുള്ളതിൻ്റെ മൂർത്ത രൂപങ്ങൾ. അത് ലോകത്ത് മുഴുവനും വലിയ രീതിയിലുള്ള ഒരു ഡെലൂഷൻ അല്ലെങ്കിൽ അതിനോടുള്ള റിസൻമെൻറ്റ് ഉണ്ടായിരിക്കെ ആ റിസൻമെൻറ്റിന് അപ്പുറം നിങ്ങൾക്കിതാ സ്പിരിറ്റ്ലെസ് ആയിട്ട് നിൽക്കാനല്ല, നിങ്ങൾക്ക് ഈ സ്പിരിറ്റ് ഓഫ് ദ സ്പിരിറ്റ്ലെസ് ആയിട്ട് നിൽക്കാവുന്ന ഒരു എന്താ പറയുക ഹൊറിസോണായി ഇസ്ലാമിൽ എന്നുള്ളതിന് സാധ്യമാകും എന്നതിൻ്റെ സൂചനയായിട്ട് കൂടി നമ്മളിതിനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാവുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരുപക്ഷെ പുതിയൊരു ലോകത്തിനെക്കുറിച്ചും പുതിയൊരു നാഗരികതയെക്കുറിച്ചും അതല്ല നമ്മുടെ ഈ കൺവിക്ഷൻസ് പലപ്പോഴും ചിതറിപ്പോകുന്നതിൽ നിന്ന് മാറി അതൊരു പുതിയൊരു രാഷ്ട്രീയ വില്ലായോ സോഷ്യൽ വില്ലായോ നാഗരികമായിട്ടുള്ളൊരു വില്ലായോ പരിവർത്തിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിക്കട്ടെ, ഇത്തരം ചർച്ചകളിലൂടെ അതിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തായി നമ്മൾ സംസാരിക്കുന്നത് പ്രബോധനം എഡിറ്റർ അഷ്റഫ് സാഹിബാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ.